വടകരയിലെ ലേബർ സൊസൈറ്റിയിൽ നിന്നും നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്ത ഇബ്രാഹിം ഹാജിയുടെ മരണം അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സൊസൈറ്റി ഡയറക്ടർ സുധീറിന്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്നും CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഇന്ന് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഓഫീസ് പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം സൊസൈറ്റി ഡയറക്ടർ സുധീറിന്റെ വീടിന്റെ പരിസരത്തുള്ള വീട്ടിൽ നിന്നും പോലീസ് CCTV ഹാൻഡ് ഡിസ്ക് പരിശോധനയ്ക്കായി കൊണ്ടുപോയിരുന്നു. കടത്തനാട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനയാണ് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. മരണവുമായി ബന്ധപ്പെട്ട് എല്ലാ കേസുകളും റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 22 ലക്ഷം രൂപ നിക്ഷേപിച്ച് നഷ്ടപ്പെട്ട കേസും 2.16 കോടി രൂപയുടെ വെട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് സഹകരണ വകുപ്പ് നൽകിയ പരാതിയിൽ കേസ് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന് നേരത്തെ കൈമാറിയ കേസുമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക. DYSP ക്രൈംബ്രാഞ്ച് T മനോഹരന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിച്ചു വരുന്നത്. കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ക്രമക്കേട് സംബന്ധിച്ചുള്ള കേസാണ് സി ബ്രാഞ്ച് അന്വേഷിച്ചു വരുന്നത്. ഇത് സംബന്ധിച്ച് 3 കേസുകളാണ് ഇപ്പോൾ അന്വേഷണാവസ്ഥയിലുള്ളത്. ഒന്ന്, ക്രമക്കേട് സംബന്ധിച്ച് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടായിട്ടുള്ള കേസാണ്. രണ്ടാമത്തെ കേസ് ഇബ്രാഹിം ഹാജിയുടെ പരാതി പ്രകാരം എടുത്തിട്ടുള്ള കേസും. മൂന്നാമത്തെ ഇബ്രാഹിം ഹാജി മരണപ്പെട്ടതുമായിട്ട് എടുത്തിട്ടുള്ള കേസുകളാണ്. ഈ അടുത്ത ദിവസങ്ങളിലാണ് അന്വേഷണത്തിന് സി ബ്രാഞ്ചിന് കിട്ടിയിട്ടുള്ളത്.